അസ്സലാമു അലൈക്കും. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്ന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ യാംബോ നഹലിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഒരു സൗദി കൂടി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. أول رحلة نقوم فيها أنا وعلي، وأول مرة يزور ينبع النخل. يا خالد ايش في تشوف هناك حاجات يعني؟ والله يا علي انا شفت، انا دخل جوجل في منطقة حق يعني بيوت قديم. ايوه بيوت في قديم كثير، في مزارع، في كثير قديم. في واحد مسجد قبلة كذا جنبه، يعني قبلة قدس. ايوه يعني اول القبلة حقه قدس. الحين انا بس وصل هناك. دحين استخدام ولا لسه؟ لا ما في استخدام ولا شيء، بس زمان يعني زمان. ايوه زمان كان القبلة كذا قدس. يعني موجود، يعني يقدر يشوف، موجود ده الحين يقدر يشوف ان شاء الله. يقدر يخش جوا ولا ويقدر يخش جوا ان شاء الله باذن الله. ഹലോ, അപ്പം ഞങ്ങളിതാ യാംബോ നഹലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സുഹൃത്താണ് ഖാലിദ്, നമ്മുടെ ഷോപ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. ഖാലിദിൻ്റെ അതായത് കുടുംബങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. നമ്മൾ യാംബോന്ന് കം കിലോ മിൻഹേന جنب البحر ينبع نخل تقريبا 55 കിലോ, ഒരു 55 കിലോമീറ്റർ നമ്മൾ യാംബോന്ന് ഏകദേശം യാംബോ നഹൽ പോകാണ്ട്. നമ്മളെ കൂടെ ഫാറൂഖ് ഉണ്ട്. ഫാറൂഖേ, സെറ്റല്ലേ? ഓക്കെ, നമ്മൾ പോയോക്കട്ടെ. അവിടെ കുറേ മസ്റ, അതായത് കുറേ ഈത്തപ്പഴത്തോട്ടങ്ങൾ, പിന്നെ അരുവികൾ. ഫാറൂഖിന് എന്താ പറയാനുള്ളത്? ഫാറൂഖ് എന്താ പോയി വരാം, കണ്ടിട്ട് പറയാം. ഓക്കെ, എല്ലാം പോയി കണ്ടിട്ട് പറയാം. പോയോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ യാംബോയിൽ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താണ് യാംബോ നഹലിൽ നമ്മൾ എത്തുക. യാംബോയിലെ തിരക്ക് പിടിച്ച പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വേണം യാംബോ നഹലിലെത്താനായിട്ട്. യാംബോ വിട്ട് കുറച്ച് ദൂരം അങ്ങനെ പോന്നപ്പോഴാണ് ഒരു മരുഭൂമിയിൽ തന്നെ ഒരു ഒട്ടക കൂട്ടത്തൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ ചില യാത്രകളിലൊക്കെ ചിലർ കാണാറുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒട്ടകങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലമുണ്ട്, വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ നമ്മളവിടെ കാണാൻ ചെല്ലുന്നവർക്ക് അവർ ഒട്ടകപ്പാൽ കറന്നു തരും. എത്രയോ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാലൊക്കെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് കുടിച്ച് പോരട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളെന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ, എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. هذا سوق جمل ولا بيوت؟ هذا حرج حق جمل. سوق حق جمل كله هنا سوق جمل. وقف شوي انت تشوف، ما في مشكلة. هلا ممكن ناخذ معك لقاء شوية؟ تعلمنا في انواع وزي كذا. ها؟ طيب ناخذ معك لقاء دحين؟ تعال علي اسأل، هذا كله شيء. السلام عليكم حبيبي. عليكم السلام. كيف الحال؟ يا هلا مرحبا. انت من وين؟ سودان؟ انا سوداني. سوداني. والنعم والله يا حبيبي. بس حبة يعني تعرفنا في انواع الجمال. هذه هجن. النياق وزي كذا. ها؟ هذه بالهجن. هذه بالهجن. هجن ابن الصباط. ما شاء الله تبارك الله. جايبينها هنا المناخ ويتموا للزمون. بعد ما تلقى اي واحد يشيل. طب ايش انواعها ما شاء الله تبارك الله؟ هذه عصاير. 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 ما شاء الله تبارك الله. عمل هذا بيو بالحبة ولا كم يشتري؟ هذا ما في يشتري، هذا اي واحد يجيب الناقه حقته بعدين تلقى التعبئه بيشيل. يعني هذا يجي هنا عشان يجي بيبي بعدين السنه الجايه يجيب الجسم. كل هذا زيه. ഞങ്ങളിത് ഇവിടെ കയറുന്ന സമയം വരെ ഇത് ഒട്ടകത്തിൻ്റെ സൂക്ക്, അതായത് ഒട്ടകം മാർക്കറ്റാണ്, ഒട്ടകത്തെ വിൽക്കുന്ന വാങ്ങുന്നൊക്കെ സ്ഥലമാണെന്ന് വിചാരിച്ച് വന്ന് നോക്കിയതാണ്. പക്ഷേ ഇവിടെ വന്ന് സുഡാനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിൽപ്പനയല്ല, ശരിക്കും ഒരു പ്രത്യുൽപാദനമാണ്. പുറത്തുനിന്ന് വേറെ ഒട്ടകങ്ങളെ കൊണ്ടുവരും, ഇവിടുന്ന് പ്രത്യുൽപാദനം നടത്തും. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നു. നമുക്ക് ടൈമില്ല, നമുക്ക്
നമുക്ക് ഇനി അടുത്ത കാഴ്ചയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ ഖാലിദ് ഖലാസ് ഇംഷി خلاص امشي بسم الله توكل على الله. ഫാറൂഖേ സമയം പോവാം. ഇത് പൊളി സംഭവം ഇത് ഓരോ ഒരുപാട് ഇനങ്ങളിൽപ്പെട്ട ഒട്ടകങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വിവിധ തരം ടൈപ്പ് ഒട്ടകങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യുൽപാദനം നടത്തുന്നതിനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കുട്ടികൾ ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികൾ ആണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അവർ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയൊക്കെ സൈസ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ പലരും കാണാത്ത വിധം പല സൈസ് ഒട്ടകങ്ങൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. നമുക്ക് നേരെ ഇനി യാംബോ നഹറിലേക്ക് പോകണം. കാരണം ഓൾറെഡി നമ്മൾ ജുമാ കഴിഞ്ഞിട്ടാണ് യാംബോന്ന് ഇറങ്ങുന്നത്. ഒരുപാട് ലേറ്റായി. ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സൗദി പൗരന്മാരൊക്കെ അവർ വണ്ടികൾ കൊണ്ടൊക്കെ ഓരോ അഡ്വാൻറ്റേജ് പരിപാടികളൊക്കെ ചെയ്യുന്ന ഡിസേർട്ട് ഏരിയ ആണിത്. ഖാലിദ് പറഞ്ഞു വ്യാഴം വെള്ളിയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചെക്കന്മാർ വണ്ടി ഇറക്കിയിട്ട് മരുഭൂമി കൂടെ ഇട്ട് കളിക്കുന്ന ഒരു പ്രദേശമാണിത്. അവരൊരു ഹോബിയാണത്. هذا هو صح؟ هذا هو يعني هذا بيت برضه تراث قديم. في ناس اول زمان يقولون يحطون تسوي تخزين زي مستودع اكل. في ناس بس والله في كلام كثير ناس بيتكلم. അവിടെ ഈ ദൂരെ കാണുന്ന ഒരു റൂം പോലെയുള്ള സംഭവം കണ്ടില്ലേ? ഖാലിദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ അതിനകത്ത് ഈത്തപ്പഴം കൊടുന്ന് ഫില്ല് ചെയ്യുമായിരുന്നു. കാരണം യാത്രക്കാർ ക്ഷീണിച്ചു പോകുന്നവർക്ക്, വിശന്ന് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അതിന് ഈത്തപ്പഴം എടുത്ത് കഴിച്ച് പോകാനുള്ളൊരു സൗകര്യമാണ് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. هذا المشاريف العربي. هذا المشاريف يعني. ഇപ്പോൾ നമ്മൾ ഏകദേശം യാംബോ നഹലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാംബോ നഹൽ എത്തുന്നതിൻ്റെ മുമ്പ് വലിയൊരു പാലുണ്ട് കേട്ടോ. പാലത്തിനിവിടെ കുബരി എന്നാണ് പറയുക. കുബരി വാഹിദ് എന്നാണ് അവൻ പറഞ്ഞത്. നമ്മളെ നാട്ടിലെ പോലെ വർഷക്കാലം എന്നൊന്നും പറയും പോലെ ഇവിടെ മഴ ഒന്നും സ്ഥിരമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഈ താഴ്വാരങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഈ പാലം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരെ മലൻ്റെ മുകളിലൊരു മന്ദിരം. അതായത് യാംബോ നഹറിലെ ഒരു വാച്ച് ടവറാണത്. അവിടേക്ക് സഞ്ചാരികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ പ്രവേശിക്കാം. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് ദൂരത്തെ കാഴ്ചകളൊക്കെ കാണാം. വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് തന്നെ പോകാം കേട്ടോ. ഈ മലമുകളിലേക്ക് ഒരു പ്രത്യേകം റോഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിച്ച് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് വാച്ച് ടവറിൻ്റെ തൊട്ട് താഴെ വരെ എത്താൻ പറ്റും. ചെറിയൊരു കയറ്റം അങ്ങനെ കയറിയിട്ട് വേണം നമുക്ക് വാച്ച് ടവറിൻ്റെ അടുത്ത് പോകാനായിട്ട്. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. വിസിറ്റ് ചെയ്യാനായിട്ട് തന്നെ അവർ ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അവർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. എന്നാലും നല്ലൊരു വ്യൂ ആണ് ഇതാ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കി. ഇതിൻ്റെ അകത്ത് 2 തട്ടുകളിലായിട്ടാണ് ഈ വാച്ച് ടവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊരു നിലയും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ വ്യൂ ഒന്ന് കണ്ടു നോക്കാം.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ യാംബു നഹറിലേക്ക് പോവാണ്. അവിടെ കുറച്ച് കൃഷി തോട്ടങ്ങൾ, അരുവികളൊക്കെ കാണാനുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. യാംബു നഹലിൻ്റെ തന്നെ ഒരു ഭാഗമായ ഒരു ചെറിയൊരു പ്രദേശമാണ് ഈ ജിബ്രിയ ചെറിയൊരു അങ്ങാടി എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പട്ടണമൊന്നുമല്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ കിട്ടും. പെട്രോള് കാര്യങ്ങൾ, ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ഒരു 200-250 വർഷം മുമ്പൊക്കെ ആളുകൾ ജീവിച്ചിരുന്ന ചില വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോഴൊന്നും അതിൽ ആളുകൾ താമസിക്കുന്നില്ല. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കെല്ലാം പോയി കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമുക്കെന്തായാലും അത്തരം വീടുകളൊന്ന് പോയി നോക്കാം. കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അവിടെ കുറച്ച് കൂടുതലായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് ബിൽഡിങ്ങൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി കാണാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോവാണ്. ഈ കാണുന്നത് കൃഷിത്തോട്ടമാണ് കേട്ടോ. ഇവിടുത്തെ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഈ വലത് ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ്. അതാണ് അവിടെ ഇത്ര പച്ചപ്പുകളൊക്കെ കാണുന്നത്. ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഒരു വെള്ളിയാഴ്ച മാർക്കറ്റാണ്. പച്ചക്കറികൾ മാത്രം വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ കാഴ്ചകളും കൂടി ഒന്ന് കാണാം. പണ്ട് കാലത്ത് ആളുകൾ മസ്ജിദ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണിത് എന്നാണ് ഖാലിദ് പറയുന്നത്. അവനതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. هذا هو صح؟ ايوه هذا انت مسجد. قلت لك مسجد؟ ايوه انا كلمتك مسجد. هذا مسجد انا كلمتك. اثنين قبله، في قبله هذا الحين فين قبله كذا؟ كذا قبله فلسطين صح ولا لا؟ فلسطين ها؟ ايوه كذا قبله فلسطين. في كذا قبله ثانيه اطلع انت شوف يلا. يلا انت اطلع. طيب روح روح. بسم الله. പണ്ട് കാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ തന്നെയാണ് ആളുകൾ മസ്ജിദുൽ അക്സ, അതായത് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അക്സയിലേക്കാണ് കിബിലാക്കിക്കൊണ്ട് നിസ്കരിച്ചിരുന്നത്. പിന്നീടാണ് മസ്ജിദുൽ കിബിലത്തൈനിൽ ഒരു ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ കിബില മാറി മക്കയിലേക്ക് കിബിലായി മാറിയത്. അന്ന് കാലത്തൊക്കെ ഉള്ള ഒരു പള്ളിയാണിത് എന്നൊക്കെയാണ് ഖാലിദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇവിടുന്ന് തന്നെ മസ്ജിദുൽ അക്സയിൽ നിന്ന് മാറി മക്ക മുക്കറം, അതായത് കിബില മക്കത്തേക്ക് മാറി നിസ്കരിച്ചൊരു ചരിത്രമൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് ഖാലിദ് നമുക്ക് വിവരിച്ചു തന്നത്. അന്നത്തെ കാലത്ത് ഈ പള്ളിയുടെയൊക്കെ ഒരു നിർമ്മിതിയൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചെറിയ ചെറിയ കല്ലുകൾ, പാറക്കഷ്ണങ്ങളിലൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ മോഡൽ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ അടുക്കി വെച്ച് ചിട്ടയായി അടുക്കി വെച്ച് ചളി കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ മണ്ണിൻ്റെ ഇടയിൽ ഇത് അടുക്കി വെച്ചാണ് ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് അത്ര ഫീല് തോന്നൂല. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഒരു അത്ഭുതം തോന്നുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് യാംബു നഹറിലെ ഏറ്റവും ഹൈലൈറ്റായ ഒരു കാഴ്ച കാണാനാണ്. ഇത് കുറേ കാലം മുമ്പേ ഇവിടെ ഗോത്രങ്ങൾ നിർമ്മിച്ച ഒരു കിണർ എന്ന് പറയാൻ പറ്റില്ല, ഒരു അരുവി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവരെ നിർമ്മാണ രീതി നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതി തന്നെയാണ്. لا يجي مويه من عين ثاني والله يجي مويه كيف يعني مع ماسوره ولا لا من الارض سبحان الله والله من الارض سبحان الله. هذا الحين يجي من فين؟ من عين ثاني.
عين ثاني يجي من عين ثاني. هذا الحين وين ودي عين ثاني كمان الين شفتوا اول. انت شفتوا هناك قدام كوبري واحد. ايوه 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 تعال. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിണറോ അല്ലെങ്കിൽ ഒരു കുളമൊന്നും അല്ല കേട്ടോ. ഇതൊരു അരുവിയാണ്, ഒരു ഉറവയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സിസ്റ്റം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗോത്രങ്ങൾ നിർമ്മിച്ചതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് നിങ്ങളിതിൻ്റെ അകത്തേക്ക് കണ്ടോ, ഇതുപോലെ അതായത് ഇത് അന്നത്തെ കാലത്ത് പൈപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും കല്ലും മണ്ണും ഉപയോഗിച്ച് ഒരു പൈപ്പ് ലൈൻ പോലെ ഒരു ലൈൻ ഉണ്ടാക്കിയിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിടത്ത് ഒരു കുളം പോലെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യും. പിന്നെ ഇത് ഇവിടെ നിന്നും കുറേ കിലോമീറ്ററുകൾ അപ്പുറം, അതായത് ഗോത്രങ്ങൾ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഖാലിദ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഇവർ നിർമ്മിച്ച ഈ വാട്ടർ ലൈന് ഏകദേശം ഭൂമി നിരപ്പുന്നൊരു 10 അടി താഴ്ചയിലൂടെ, അതായത് ഒരു 3 മീറ്റർ താഴ്ചയിലൂടെയാണ് ഇവർ ഈ ലൈന് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഒരു അപാര നിർമ്മിതി തന്നെയാണ് അന്നത്തെ കാലത്ത് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരുവി കിണർ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ വന്നത് ഇവിടുത്തെ ഒരു സമൂഹം, അതായത് ഒരു ഗോത്രം 100-200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ വീടും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ കാലത്ത് വീടിൻ്റെ നിർമ്മിതി നമ്മളെ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തും. കാരണം വെറും ചെറിയ ചീള് പാറക്കഷ്ണങ്ങൾ അടുക്കി വെച്ചാണ് ചുമര് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേൽക്കൂരയാണെങ്കിൽ അന്നത്തെ ഈന്തപ്പന കീറി മുറിച്ചതാണ് തോന്നുന്നുണ്ട്. കീറി മുറിച്ചിട്ട് മുകളിൽ ഓലയൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ ചളി വെച്ചൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ റൂഫിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ചുമരൊക്കെ ചളിയും കല്ലും മാത്രം. ഓരോ വീടിനകത്തും നല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റൂമുകൾ അത്യാവശ്യം സൈസൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഗോത്രങ്ങളായതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫാമിലി ഒന്നും ആവില്ല, ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. കാരണം അത്യാവശ്യം ഏരിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിനകത്ത് സെപ്പറേറ്റ് അതിനകത്ത് തന്നെ പല റൂമുകളൊക്കെ ആയി തിരിച്ചിട്ടുണ്ട്. എല്ലാ റൂമുകളും ഏകദേശം നിർമ്മാണം ഏകദേശം ഇതേ രീതി തന്നെ കേട്ടോ. ചുമരിനകത്ത് അവർക്ക് പ്രത്യേകം അറകളൊക്കെ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പല ഏരിയകളിലും പല ആധുനിക മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും ഈ യാംബു നഹലിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പഴയ തനിമ നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ കാണാൻ കഴിയും കേട്ടോ. 200 വർഷം മുമ്പ് വരെ ജനങ്ങളൊക്കെ തിങ്ങി വസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ. അത് അവരുടെ കൃഷി സ്ഥലങ്ങളും അവരുടെ ബാക്കി ഉപയോഗ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പച്ച കളർ കാണുന്നതൊക്കെ ഏകദേശം ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഒരുപാട് ഏരിയകളിലായിട്ടാണ് ഈ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നത്. അത് പല ഭാഗത്ത് ചെല്ലുമ്പോൾ നമുക്ക് പല മോഡലുകൾ കാണാൻ പറ്റും. അന്നത്തെ കാലത്തെ കേട്ടോ. आप किधर से पाकिस्तान? हाँ पाकिस्तान। इधर ही रहता है ना आप? हाँ हम इधर रहते हैं। अच्छा, आपके पास कितना आदमी है? बस एक। अकेला हूँ। हाँ मैं अकेला। क्या काम है इधर मजरा में? मजरा में नखल है और लीमून है बस। अच्छा, और मेहंदी है। बकरी कुछ नहीं है? बकरी वगैरह। अच्छा هذا مزرعة حقي. अच्छा, आप अकेला अंदर जा सकते हैं थोड़ा? हाँ देखो। ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകളുടെ അവശിഷ്ടങ്ങളുടെ അവസാനം എത്തിയപ്പോൾ ഒരു പാകിസ്ഥാനിനെ കണ്ടു കേട്ടോ. അവന് ഇവിടെയാണ് താമസം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥകൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗം മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ തോന്നുന്നുണ്ട്. പാകിസ്ഥാനി തനിച്ചാണ് ഇവിടെ താമസം എന്നാണ് പറഞ്ഞത്. വേറെ ആരും അവന് കൂട്ടിനില്ല. 2-3 മുറികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇതാണ് അവൻ്റെ ടോയ്ലറ്റൊക്കെ. ഓരോരോ അവസ്ഥകളാണ് മനുഷ്യന്മാരുടെ. बस अकेला आदमी क्या को कम करेगा। कभी उधर खाना ले लिया, कभी पका लिया बस। कितना साल हो गया इधर? मेरे को 2.5 साल हो गया। 2.5 साल हो गया। नया आया? हाँ नया आया। अच्छा अच्छा।
अभी फर्स्ट टाइम है। अभी कभी जाने वाला है छुट्टी? आएंगे तकरीबन 5 साल लगा के। 5 साल के बाद? हाँ 5 साल के बाद। अच्छा कफील इधर है यहाँ बोनखल में? हाँ कफील का गुरफा ऊपर वाला है। ऊपर वाला अच्छा आदमी है? हाँ अच्छा आदमी है, बहुत अच्छा। अच्छा खाना पीना सब इधर बनाता है? हाँ सब इधर ही है। बिजली सब है ना? एसी चल रहा है? हाँ ऐसी है बिजली। पानी है? पानी है। बस इधर आदमी नहीं है ज्यादा, बस यही दिक्कत है। अच्छा और सब कुछ अल्हम्दुलिल्लाह ठीक है। गाँव वाला पाकिस्तानी वाला कुछ काम रहता है ना? जा रहा है उधर आप? पाकिस्तानी सारा इधर आता है, वो जो टावर देख रहे हैं ना बिजली वाला, वो सिग्नल वाला, उधर रहता है, इधर रहता है पाकिस्तानी, इधर है सारा, शाम को एक साथ इकट्ठे हो जाते हैं। हाँ सही है बात है। माशाल्लाह। ये इधर क्या क्या कर रहा है इधर, मतलब इधर ये इन्होंने मेहंदी खजूर लगाई है? हुई है। खजूर है? हाँ, खजूर है साल में एक बार है ना? हाँ खजूर साल में एक बार है। वो लिमोन है इनके पास, अच्छा बस यही है। बकरी भी है इनके पास। आपका नाम क्या है जी? मोहम्मद कासिम। मोहम्मद का അങ്ങനെ നമ്മൾ അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് യാംബൊന്നഹലിലെ പ്രശസ്തമായ ഒരു പഴയകാല മാർക്കറ്റാണ് കേട്ടോ. هذا سوق قديم صح؟ هذا سوق ينبع نخل قديم. ترى كم سنة قديم؟ قديم والله انا ما يعرف يعني ممكن كم، بس قديم قبل انا يجي. كان زمان في وقت حجاج كان يجي هنا وقف استراحة يعني حجاج، بعدين يروحون يوصلون مكة مدينة، بس يعني قديم قبل كم سنة يعني. تعال شوف هنا محلات عندك. യാംബൊന്നഹൽ സൗദി അറേബ്യയിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴമയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ സൗദി ഗവൺമെൻറ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ കാത്തു സൂക്ഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. വിദേശികൾക്ക് വന്ന് കാണാനും എല്ലാത്തിനുള്ളൊരു ഫ്രീഡം സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഹാജിമാരൊക്കെ മക്കത്തേക്ക് ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന സമയത്ത് ഇതൊരു ഇടത്താവളം കൂടിയായിരുന്നു. يوم ثلاث هنا صباح بعد صلاة فجر في سوق حق عسل هنا. إلى كم ساعة كم؟ إلى ممكن تقريبا الساعة 11 الساعة 12 الساعة 11 الساعة 12. أسبوع مرة واحد بس كذا؟ أيوة أسبوع مرة واحد بس يوم ثلاث. എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ച ദിവസം ഇവിടെ ഒരു തേനിൻ്റെ ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ടാവും. خالد هو يعلم كل شيء. هو هندي؟ ايوه هندي عم خالد. فروم كيرلا؟ كيرلا. كيرلا. ما شاء الله. هذا عسل أصلي صح؟ هذا عسل جبال. هذا كم كيلو يعني؟ هذا 1 كيلو. 1 كيلو؟ ايه. كم يعني تكلف كم؟ 1100. 1100. ما شاء الله. هذا أصلي كله شكل واحد ولا في أشكال؟ لا كله اشكال مختلفه. വിവിധ തരത്തിലുള്ള തേനുകളാണ് കേട്ടോ ഇവരിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മലമ്പ്രദേശങ്ങളിൽ ഇവർ തന്നെ തേൻ കൃഷി നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഇവരിവിടെ വിവരിച്ച് തന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആടിൻ്റെയൊക്കെ തോലാണ് കേട്ടോ. ആടിൻ്റെ തോലിൽ തേന് ഫുള്ളായിട്ട് നിറച്ച് വെച്ചതാണ്. അത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തേനുകളാണ്. അതിൻ്റെയൊക്കെ സാമ്പിൾ അവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. شوف هذا درجه، هذا عسل 1500. هذا نمبر 1. شوف هذا عسل جبلي حر. ايوه ايوه هيا ذوق. اكل عادي. تفضل. شكرا جزيلا. لا اكل بالعافيه لا خلاص اكل بالعافيه. കിലോക്ക് 1500 റിയാലാണ് കേട്ടോ ഈ തേനിന് പറഞ്ഞത്. പക്ഷെ അതവർ നമുക്കൊരു ജസ്റ്റ് സാമ്പിൾ കഴിക്കാനൊക്കെ തന്നിട്ടുണ്ട്. هذا البارودة 100 سنة لها. هذا 100 years زي. هذا قديم في جماعة ولا قديم. حق انت؟ حقنا انا. ما شاء الله. حق ابو هذا. في كمان هذا شو اسمه؟ هذا سيف كله قديم ده. هذا حقنا احنا. على طول. للجبال. المنتج. ايوه. رضوان عباثرة. هذا
هديه. الله يسعدك يا عم. شكرا لك، شكرا هذا عكبر، كعبر، ماده كعبر مضاد حيوي 100%. عليك امضغ مر. هذا كله زي كذا حق ينبع نخل. طيب مره شوف اخلاق حقهم زي كذا. يمضغ شويه شويه في حجر جوا، هذا من جبل. دواء ان شاء الله. مر بس ارميه امضغ وارمي. എന്തായാലും യാമ്പൊൻ നഹലിൽ വന്നിട്ട് ഈ തേനിൻ്റെ ഷോപ്പിൽ കയറിയതുകൊണ്ട് തേനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് തേന് ഗിഫ്റ്റൊക്കെ തന്നു. എന്തായാലും നല്ല ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തേനീച്ചകൾ തേന് കൊണ്ടുവന്ന് ശേഖരിച്ച് കൂട്ടുന്ന ആ കൂട് അതും ഇവരിവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് തേനൊക്കെ അവർ എടുത്തതിന് ശേഷം അത് മാത്രം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അത് നല്ല മരുന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതും ഒരു പാത്രം ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. യാമ്പൊൻ നഹലിലെ ഏറ്റവും പഴക്കം ചെന്നൊരു ഷോപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. യാമ്പൊൻ നഹലിലെ മറ്റൊരു ഹൈലൈറ്റായ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇതൊരു ഇവിടുത്തെ പഴയകാല വാട്ടർ ടാങ്കാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയുന്ന ഏകദേശം യാമ്പൊൻ നഹലിൽ മൊത്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. السلام عليكم احمد، كيف الحال؟ كويس؟ وش علومك والله؟ بشرنا عنك. عساك طيب؟ الله يسعدك يا رب. الله يسلمك. كيف حالك؟ علي. ايوه هذولا معي سواح يبي يسألون كم سؤال يا عم، كيف يا السويق اول تطورت وكيف وما كيف. الحلال ضيعت والله ضيعت مره. ايش يبغى انت يسأل؟ يقول السوق ذا كم سنة له يا عم؟ قبل من 200 سنه. 200 سنة يا علي. 200 سنة؟ 200 سنة. آخر وقت يعني ناس موجود قبل 200 سنة يعني كذا ولا؟ يقول لك اخر ناس يعني كانوا بالسوق لهم 200 سنة يا عم. 200 سنة. أوه. لما لا السوق ذاك قبل حراج ضيع خويه فيه. اول في وقت حراج، وقت سوق. وقت سوق يعني وقت سوق يعني تجلس قريب. وقت سوق. وقت سوق انت ما يعرف نفر فين، روح انت فين نفر. زي كذا. هذا محل هنا حق عم محمد. هذا اقدم محل هنا سوق. كم سنة يا عم محمد؟ المحل ذا ما شاء الله تبارك الله يمكن اكثر من 150 سنة هذا 150 سنة هذا ما شاء حاجات الله. كله قديم صح؟ حاجات كله قديم. ما شاء الله تبارك الله. الله يعطيك الصحة والعافية. الله يعطيك الصحة والعافية. 150 വർഷം പഴക്കമുള്ള സൗദി അറേബ്യയിലെ ഒരു ഷോപ്പാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അന്നത്തെ ഐറ്റംസൊക്കെ അന്നത്തെ അതേപോലെ തന്നെ വലിച്ചു വാരിയിട്ടുള്ള കച്ചവടമാണ്. ഒരുപാട് പഴയകാല വസ്തുക്കൾ കംപ്ലീറ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. തോല് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് കണ്ടോ ബാഗ്, ഇതെല്ലാം തോലാണ്, ഒറിജിനൽ തോല്. ആടിൻ്റെയും ഒക്കെ തോല് കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ, വാട്ടർ ബോട്ടിലുകൾ. അന്നത്തെ കാലത്ത് യാത്ര ചെയ്യുന്നവരൊക്കെ വെള്ളം കൊണ്ടുവരുന്നത് തോൽപാത്രത്തിലാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. തോല് കൊണ്ടുണ്ടാക്കിയ പല സാധനങ്ങൾ, അന്നത്തെ വിളക്കുകൾ, ഒരുപാട് ഐറ്റംസ്, പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ നേരെ യാമ്പോലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു പച്ചക്കറി മാർക്കറ്റ്, അതായത് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ കൃഷി ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൂടുതലായും വിറ്റഴിക്കപ്പെടുന്നത്. യാമ്പോയിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഒരു സൗദിയെ അവിടെ നിന്ന് കാണാനിടയായി. അവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അവിടെ. അവർ പർച്ചേസിങ്ങിലായിരുന്നു. ജസ്റ്റ് അവനെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് സംസാരിച്ചു. ഈ മാർക്കറ്റിൽ ഒട്ടുമിക്ക പച്ചക്കറികളും ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലാം ഏകദേശം യാമ്പോൻ നഹറിൽ തന്നെ കൃഷി ചെയ്ത ഐറ്റംസൊക്കെയാണ്. ഈ മാർക്കറ്റിൽ വന്ന് ഒരു പ്രധാന ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില പൊടിച്ച് ചെറിയ ടിന്നുകളിലാക്കി വെച്ചിട്ടുണ്ട്. സൗദികൾ ഇത് പൊതുവെ തൈര് കൂട്ടിയിട്ടാണ് കഴിക്കാറ് എന്നാണ് ഇത് വിൽക്കുന്ന ആൾ പറഞ്ഞത്. നമ്മുടെ മുരിങ്ങയിലയാണ് ഈ കാണുന്നത്. هذا دبة. هذا അങ്ങനെ യാമ്പോൻ നഹലിലെ ഒട്ടുമിക്ക കാഴ്ചകളും കണ്ട് നമ്മൾ യാമ്പോയിലേക്ക് തിരിച്ചു പോകണം. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. മഗ്‌രിബിൻ്റെ ഒക്കെ സമയമായി. നമ്മൾ യാമ്പോൻ നഹലിൽ പോകുന്ന സമയത്ത് ഈ വ്യൂ പോയിൻ്റ്, അതായത് ഈ വാച്ച് ടവറിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ രാത്രികാല കാഴ്ച വളരെ ഭംഗിയുള്ളതാട്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം. രാത്രി എങ്ങനെയാണ് യാമ്പോൻ നഹലിൻ്റെ ഒരു കാഴ്ച എന്നൊക്കെ ഒന്ന് കണ്ടുവരാം.
ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.